ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ സാമ്പാറിലേക്കുള്ള പുളിയൊക്കെ വെള്ളത്തിലിട്ട് പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ സാമ്പാറിലേക്കുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ പച്ചക്കറി ഒന്ന് വാട്ടിയെടുത്ത് അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് മിക്സാക്കി പിന്നെ ഉപ്പും പുളിവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കും കേട്ടോ പച്ചക്കറി. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കുക്കറിൽ ഒന്നും കൂടി അടിച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ നന്നായി എന്താ പറയുക ഇങ്ങനെ ഉടയില്ല. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി മാവ് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ തക്കുടൂനെ വിളിക്കാൻ പോയിട്ട് അപ്പോൾ അവനെ വിളിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിക്കാൻ പോയി 1-2 പ്രാവശ്യം അതിനെ വിളിച്ച് പോയിട്ട് വരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് വിളിച്ച് വന്നിട്ട് ഞാൻ പയറുപ്പേരിക്കുള്ള പയർ നന്നാക്കാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ പയർ നന്നാക്കി കഴിഞ്ഞ് ഇതുമ്പോഴേക്കും തക്കുടു കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ബ്രഷൊക്കെ എടുത്ത് പല്ലേച്ച് ബാത്റൂമൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ തേങ്ങ ചെറിയ വയ്ക്കാമെന്ന് വിചാരിച്ചു, നമ്മുടെ സാമ്പാറിലേക്കും അതേപോലെ തന്നെ നമ്മുടെ ചട്നിയിലേക്കുള്ളത്. അപ്പോഴേക്കും അവൻ വന്ന് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു കേട്ടോ, കുളിക്കാനുള്ള വെള്ളം. അപ്പോൾ കുളിക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അവനെ. അപ്പോൾ അവൻ കുളിച്ച് റെഡിയായി വന്നോളും. അപ്പോഴേക്കും ഞാൻ ചോറിനുള്ള വെള്ളം പിടിച്ച് അപ്പുറത്ത് കിച്ചണിൽ കൊണ്ടുവച്ചു കേട്ടോ. അടുപ്പേണ്ട ചോറ് വയ്ക്കാം. അപ്പോഴേക്കും ഇഡ്ഡലി റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്കുള്ള ചമ്മന്തിയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് കാച്ചിയ ചട്നി മതി എന്ന് പറഞ്ഞു വന്ന്. അപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച് വേപ്പിലിട്ട് ചട്നി അവിടെ മാറ്റി വെച്ചു. അപ്പോൾ അത് ഇഡ്ഡലി പകർത്തി അപ്പോഴേക്കും തക്കുടു അവിടെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു ഇന്ന് ഇഡ്ഡലി തന്നെ മതി എനിക്ക്. അപ്പോൾ ഇഡ്ഡലിക്ക് ചട്നി മതി എന്ന് പറഞ്ഞു, സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവന്. അപ്പോൾ അത് ഇഡ്ഡലിയും ചട്നി അവൻ്റെ ലഞ്ചിലേക്കുള്ളത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അത് തക്കുടു കുളിച്ച് സാമിനൊക്കെ വിളിക്കുന്നുണ്ട്. അവിടെ വിളക്കൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു കേട്ടോ അവൻ. അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ്റെ ഫോണിൽ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് പറഞ്ഞു വിട്ടു. അപ്പോൾ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട നേരം കൊണ്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മുടെ സാമ്പാറിലേക്കുള്ള തേങ്ങ വറുക്കാണ് കേട്ടോ. അപ്പോൾ അത് വറുത്ത് മാറ്റി വെച്ച് അപ്പോഴേക്കും അവൻ വിളിച്ചു പോകുമ്പോൾ ഞാൻ പോവുകയാണ് സമയമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ കൊടുത്ത് അവൻ ബാഗിലെടുത്തേക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവൻ്റെ മഴ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നോക്കണ്. അപ്പോൾ അതൊന്നും ഇല്ലാച്ചാന്ന് പറഞ്ഞിട്ട് സൈക്കിളിൽ കയറി പോയിട്ടാ. അപ്പോൾ അവൻ ഇനി വരിക 5 മണിയാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ അപ്പോഴേക്കും ഞാൻ സാമ്പാർ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉപ്പേരിക്ക് മിളക് ഇട്ടു. മിളകും പൊടി അല്ലട്ടെ, ഇന്ന് പച്ചമുളക് ഇട്ടിട്ടാണ് ഉപ്പേരി വെച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പുറത്ത് സാമ്പാറിലേക്ക് കാച്ചി വയ്ക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും റെഡിയായി. അപ്പോഴേക്കും പാത്രങ്ങൾ ഞാൻ അപ്പുറത്തൊക്കെ കൊണ്ടുവച്ച് ഈ കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഉണ്ണീനെ കുളിപ്പിക്കാമെന്ന് വെച്ചു. അപ്പോൾ ചേട്ടൻ പോയ വശം അവളെ എനിക്ക് വന്നതാണ്. അപ്പോൾ അവളെ കുളിപ്പിച്ച് പാപ്പൊക്കെ കൊടുത്ത് റെഡി. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.